കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ജീവനൊടുക്കിയിരിക്കുന്നു. ബംഗളൂരുവിൽ ED റെയ്ഡിനിടെയാണ് സംഭവം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ജീവനൊടുക്കി എന്ന വാർത്തയാണ് വരുന്നത്. CJ റോയ് ജീവനൊടുക്കിയിരിക്കുന്നു. ED റെയ്ഡിനിടെ സംഭവം നടന്നു എന്നതാണ് മനസ്സിലാകുന്നത്. കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, എന്താണ് സംഭവിച്ചത്? കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ് ജീവനൊടുക്കി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ED റെയ്ഡ്, അദ്ദേഹത്തിന്റെ ബാംഗ്ലൂർ ഓഫീസിൽ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ED റെയ്ഡിനിടെ ബംഗളൂരുവിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരുവിലെ അശോക് നഗറിലെ ഓഫീസിൽ വെച്ച് സ്വയം വെടിയുതിർക്കുകയായിരുന്നു CJ റോയ് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ED റെയ്ഡിനിടെ ഇത്തരമൊരു നീക്കത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നത് വ്യക്തമല്ല. കിരൺ തുടരുന്നുണ്ട്. കിരൺ, പറഞ്ഞോളൂ. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ് ജീവനൊടുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ ബാംഗ്ലൂരിലെ ഓഫീസിൽ EDയുടെ റെയ്ഡ് നടക്കുകയായിരുന്നു. ആ റെയ്ഡിനിടെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം വെടിവെക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ നാരായണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ED റെയ്ഡ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നടക്കുകയായിരുന്നു. ED ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം കയ്യിലെ റിവോൾവർ ഉപയോഗിച്ച് അദ്ദേഹം സ്വയം വെടിവെച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും സ്വയം വെടിവെച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ മൃതദേഹം നാരായണ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബിൽഡറാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയ്. കേരളത്തിൽ നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളൊക്കെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റേതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാണ മേഖലയിലുമൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ആളാണ് CJ റോയ്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിലും അദ്ദേഹത്തിന് നിരവധി ഓഫീസുകളുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും അടക്കം ഓഫീസുകളുള്ള കേരളത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്വന്തമായുള്ള നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്വന്തമായുള്ള സാധാരണ ക്കാർക്ക് താങ്ങാൻ കഴിയുന്ന വിലയ്ക്കുള്ള ഫ്ളാറ്റുകളുടെ വലിയ വമ്പൻ സമുച്ചയങ്ങളാണ് പലപ്പോഴും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇപ്പോഴും നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട്, നിരവധി ജീവനക്കാരുണ്ട്, അതിനുവേണ്ടി പണം മുടക്കിയ ആളുകളുണ്ട്. ഇപ്പോൾ പൂർത്തിയായ നിരവധി പദ്ധതികൾ എന്ന പോലെ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി പദ്ധതികളും ഒക്കെ ഉണ്ട്. ആ വലിയൊരു ഗ്രൂപ്പിന്റെ തലവനാണ് ഇപ്പോൾ IT റെയ്ഡിനിടെ അവിടെ ഇപ്പോൾ അദ്ദേഹം സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന് വേണം അറിയാൻ. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കേരളത്തിലെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.